ഹരേ രാമ. വാൽമീകി രാമായണത്തിലെ അധികം പരാമർശിക്കാത്ത എന്നാൽ അത്രമേൽ ആഴമേറിയതുമായ രണ്ട് കഥാപാത്രങ്ങളാണ് ശത്രുഘ്നനും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ ശ്രുതകീർത്തിയും. രാമായണത്തിലെ മറ്റു പ്രമുഖ കഥാപാത്രങ്ങളെപ്പോലെ ഇവർ അധികം ദൃശ്യവേദിയിൽ വരുന്നില്ലെങ്കിലും ഇവരുടെ ജീവിതവും ത്യാഗവും രാമായണത്തിൻ്റെ ആകെത്തുകയ്ക്ക് നൽകുന്ന ഭംഗി ചെറുതല്ല. രാമായണം എന്ന മഹാകാവ്യം ഭരതവാക്യം പാടി അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ വിങ്ങലായി അവശേഷിക്കുന്ന രണ്ടു പേരുണ്ട്: ശത്രുഘ്നനും ശ്രുതകീർത്തിയും. അധികാരമോ വനവാസത്തിൻ്റെ പ്രശസ്തിയോ ആഗ്രഹിക്കാതെ തങ്ങൾക്ക് ലഭിച്ച കടമകൾ തികഞ്ഞ ഭക്തിയോടും വിനയത്തോടും കൂടി നിർവഹിച്ചവരാണവർ. ദശരഥ മഹാരാജാവിന് സുമിത്രാദേവിയിൽ ജനിച്ച ഇരട്ടക്കുട്ടികളിൽ രണ്ടാമനാണ് ശത്രുഘ്നൻ. ലക്ഷ്മണൻ ശ്രീരാമനോട് എന്ന പോലെ ശത്രുഘ്നൻ ഭരതനോടാണ് ചെറുപ്പം മുതലേ കൂടുതൽ അടുത്തു നിന്നത്. ശത്രുക്കളെ ഹനിക്കുന്നവൻ എന്നാണ് ശത്രുഘ്നൻ എന്ന പേരിൻ്റെ അർത്ഥം. എന്നാൽ ബാഹ്യരായ ശത്രുക്കളെക്കാൾ തൻ്റെ ഉള്ളിലെ ക്രോധം, സ്വാർത്ഥത തുടങ്ങിയ ആന്തരിക ശത്രുക്കളെ ജയിച്ചവനാണ് അദ്ദേഹം. ലക്ഷ്മണൻ കോപാകുലനും പെട്ടെന്ന് പ്രതികരിക്കുന്നവനുമാണെങ്കിൽ ശത്രുഘ്നൻ അങ്ങേയറ്റം വിവേകിയായിരുന്നു. മന്ദരയുടെ കുതന്ത്രങ്ങൾ അറിഞ്ഞപ്പോൾ അവളെ വധിക്കാൻ തുനിഞ്ഞ ശത്രുഘ്നനെ ഭരതൻ തടയുന്നുണ്ട്. ശ്രീരാമൻ സ്ത്രീവധം ഇഷ്ടപ്പെടില്ല എന്ന് ഭരതൻ ഓർമ്മിപ്പിച്ചപ്പോൾ ആ വാക്കുകളെ മാനിച്ച് ശത്രുഘ്നൻ പെട്ടെന്ന് തന്നെ ശാന്തനായി. ജനക മഹാരാജാവിൻ്റെ സഹോദരനായ കുശധ്വജൻ്റെ മകളാണ് ശ്രുതകീർത്തി. മിഥിലയിലെ 4 രാജകുമാരിമാരിൽ ഏറ്റവും ഇളയവൾ. ശത്രുഘ്നൻ്റെ വധുവായി അയോധ്യയിലെത്തിയ ശ്രുതകീർത്തി കൊട്ടാരത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കാട്ടിയ ക്ഷമയും വിവേകവും എടുത്തു പറയേണ്ടതാണ്. വാൽമീകി രാമായണത്തിൽ ശ്രുതകീർത്തിയെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. ശ്രുതകീർത്തി എന്ന പേരിൻ്റെ അർത്ഥം തന്നെ കേൾവി കേട്ട കീർത്തിയുള്ളവൾ എന്നാണ്. ശ്രീരാമനും ലക്ഷ്മണനും സീതയും വനവാസത്തിന് പോകുന്നു. ജ്യേഷ്ഠൻ്റെ പാതുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് ഭരതൻ നന്ദിഗ്രാമിലിരുന്ന് തപസ് ചെയ്യുന്നു. ഈ 14 വർഷക്കാലം ഭരതനായിരുന്നു രാജാവെങ്കിലും യഥാർത്ഥത്തിൽ രാജഭരണത്തിൽ ശത്രുഘ്നനും വലിയ പങ്ക് വഹിച്ചിരിക്കണം. ഭരതൻ നന്ദിഗ്രാമിൽ കാവ്യവസ്ത്രം ധരിച്ച് ജീവിച്ചപ്പോൾ അയോധ്യയിലിരുന്ന് ഭരണകാര്യങ്ങൾ നോക്കാൻ വിശ്വസ്തനായ ഒരാൾ വേണമായിരുന്നു. ശത്രുഘ്നൻ ആ ചുമതല ഭംഗിയായി നിർവഹിച്ചു. ശ്രീരാമൻ്റെ വനവാസം വലിയൊരു ത്യാഗമായി ലോകം വാഴ്ത്തുമ്പോൾ അയോധ്യയിലെ കൊട്ടാരത്തിനുള്ളിൽ ഒതുങ്ങിപ്പോയ ശത്രുഘ്നൻ്റെയും ശ്രുതകീർത്തിയുടെയും ത്യാഗം ഒട്ടും ചെറുതല്ല. വാൽമീകി രാമായണത്തിലെ ഉത്തരാഖണ്ഡത്തിലാണ് ശത്രുഘ്നൻ്റെ വീര്യം നമ്മൾ പ്രകടമായി കാണുന്നത്. യമുനാ തീരത്തെ പ്രജകളെ ദ്രോഹിച്ചിരുന്ന മധു എന്ന അസുരൻ്റെ മകനായ ലവണാസുരനെ വധിക്കാനുള്ള ചുമതല ശ്രീരാമൻ ശത്രുഘ്നനെ ഏൽപ്പിക്കുന്നു. പരമേശ്വരൻ നൽകിയ ശൂലം കയ്യിലില്ലാത്ത സമയത്ത് ലവണാസുരനെ നേരിട്ട് ശത്രുഘ്നൻ അവനെ വധിച്ചു. മധുരയെ മനോഹരമായ ഒരു നഗരമാക്കി മാറ്റി അദ്ദേഹം. മധു എന്ന അസുരൻ ഭരിച്ചിരുന്ന നാടായ മധുരാപുരി, ഇന്നത്തെ മധുര, പുനഃസ്ഥാപിക്കുകയും അവിടുത്തെ രാജാവായി ഭരിക്കുകയും ചെയ്തു. ശത്രുഘ്നനും ശ്രുതകീർത്തിക്കും സുബാഹു, ശത്രുഘാതി എന്നിങ്ങനെ 2 വീരന്മാരായ പുത്രന്മാരുണ്ടായിരുന്നു. ലവണാസുരനെ വധിക്കാൻ പോകുന്ന വഴിയിലും പിന്നീട് മധുരയിൽ നിന്ന് അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴിയിലും ശത്രുഘ്നൻ വാൽമീകി മഹർഷിയുടെ ആശ്രമം സന്ദർശിക്കുന്നുണ്ട്. സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയ അതേ രാത്രിയിലാണ് ശത്രുഘ്നൻ ആശ്രമത്തിൽ കഴിഞ്ഞത്. വാൽമീകി രാമായണത്തിൽ പറയുന്നില്ല എങ്കിലും മഹാവിഷ്ണുവിൻ്റെ ശംഖിൻ്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്ന് പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ഭഗവാന്റെ നാദം ലോകത്തെ അറിയിക്കുന്ന ശംഖ് പോലെ ധർമ്മത്തിൻ്റെ ശബ്ദമായി അദ്ദേഹവും ജീവിച്ചു. ശ്രീരാമൻ്റെ മഹാപ്രസ്ഥാന സമയത്ത് ഭരതലക്ഷ്മണന്മാർക്കൊപ്പം ശത്രുഘ്നനും ഭൂമിയിലെ തങ്ങളുടെ കടമകൾ അവസാനിപ്പിച്ച് വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. പ്രശസ്തിയുടെ വെളിച്ചം അധികം വീഴാത്തവരാണെങ്കിലും രാമായണമെന്ന മഹാപ്രസാദത്തിൻ്റെ അടിത്തറയായി നിന്നവരാണ് ശത്രുഘ്നനും ശ്രുതകീർത്തിയും. ഭക്തി, വിനയം, നിസ്വാർത്ഥത, ധർമ്മനിഷ്ഠ എന്നിവയുടെ മകുടോദാഹരണമായി ഈ ദമ്പതികൾ ഇന്നും ഭാരതീയ മനസ്സുകളിൽ തിളങ്ങി നിൽക്കുന്നു. വാൽമീകി രാമായണം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ശത്രുഘ്നനെയും ശ്രുതകീർത്തിയെയും കുറിച്ച് നമ്മൾ പൊതുവെ ചർച്ച ചെയ്യാത്ത ചില പ്രധാന ഭാഗങ്ങളും സന്ദർഭങ്ങളും കൂടിയുണ്ട്. രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ ഇവരുടെ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജനക മഹാരാജാവിൻ്റെ സഹോദരനായ കുശധ്വജൻ്റെ മകളാണ് ശ്രുതകീർത്തി എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ വാൽമീകി രാമായണത്തിൽ വസിഷ്ഠ മഹർഷിയും വിശ്വാമിത്രനും കൂടിയാണ് ഈ ആലോചന മുന്നോട്ട് വയ്ക്കുന്നത്. ജനക മഹാരാജാവ് തൻ്റെ മക്കളായ സീതയെ രാമനും ഊർമിളയെ ലക്ഷ്മണനും നൽകാമെന്ന് സമ്മതിച്ചപ്പോൾ വസിഷ്ഠ മഹർഷിയാണ് കുശധ്വജൻ്റെ മക്കളായ മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും നൽകണം എന്ന് നിർദ്ദേശിക്കുന്നത്. ഇതനുസരിച്ച്
ഒരേ വേദിയിലാണ് 4 സഹോദരിമാരുടെയും വിവാഹം നടന്നത്. ശ്രുതകീർത്തിയുടെ സ്വഭാവം, ഭരണനിർവഹണം അല്ലെങ്കിൽ വ്യക്തിജീവിതം എന്നിവയെക്കുറിച്ച് വാൽമീകി രാമായണം കൂടുതൽ വിവരങ്ങൾ നൽകുന്നില്ല എന്നതാണ് വാസ്തവം. ശ്രീരാമന്റെ വനവാസത്തിന് തൊട്ട് മുമ്പ് ഭരതൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ നാടായ കേകയ രാജ്യത്തേക്ക് അമ്മാവനായ യുധാജിത്തിനൊപ്പം പോകുമ്പോൾ ശത്രുഘ്നെയും ഒപ്പം കൂട്ടിയിരുന്നു. വാൽമീകി രാമായണത്തിൽ ഭരതനും ശത്രുഘ്നനും തമ്മിലുള്ള ആത്മബന്ധം കാണിക്കാൻ വാൽമീകി ഇതെടുത്തു പറയുന്നുമുണ്ട്. അയോധ്യയിൽ ദശരഥ മഹാരാജാവ് മരണപ്പെടുമ്പോഴും രാമൻ കാട്ടിൽ പോകുമ്പോഴും ഇവർ രണ്ടുപേരും അയോധ്യയിലില്ലായിരുന്നു. ഭരതനും ശത്രുഘ്നനും കേകയ നാട്ടിൽ നിന്ന് മടങ്ങിയെത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ശത്രുഘ്നന്റെ കോപം ഇരട്ടിയായിരുന്നു. ആ സമയത്താണ് വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് മന്ദര ആ വഴി വരുന്നത്. ശത്രുഘ്നൻ അവളെ പിടിച്ചു വലിച്ച് നിലത്തിട്ടടിക്കുകയും അവളുടെ ആഭരണങ്ങൾ കൊട്ടാരത്തിൽ ചിതറിത്തെറിക്കുകയും ചെയ്തു. കൈകേയി മന്ദരയെ രക്ഷിക്കാൻ ഓടിയെത്തിയപ്പോൾ കോപാകുലനായ ശത്രുഘ്നൻ കൈകേയെയും കഠിനമായി ശകാരിച്ചു. ഒടുവിൽ ഭരതൻ വന്ന് സ്ത്രീവധം പാപമാണ്, രാഘവൻ ഇതറിഞ്ഞാൽ നമ്മളോട് രണ്ടുപേരോടും മിണ്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ശത്രുഘ്നൻ മന്ദരയെ വിട്ടയച്ചത്. വനവാസത്തിന് ശേഷം ശ്രീരാമന് തിരിച്ചെത്തി രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്ന സമയത്ത് വാൽമീകി രാമായണം അനുസരിച്ച് ശ്രീരാമന് ഭംഗിയുള്ള വെൺകൊറ്റക്കുട പിടിച്ചു നിൽക്കാനുള്ള അവകാശവും ചുമതലയും ശത്രുഘ്നനായിരുന്നു. ലക്ഷ്മണനും ഭരതനും ആലവട്ടവും ചാമരവും വീശിയപ്പോൾ ശത്രുഘ്നൻ രാജകീയ ചിഹ്നമായ കുട പിടിച്ച് ജ്യേഷ്ഠനെ ആദരിച്ചു. ലവണാസുരനെ വധിച്ച ശേഷം മധുരയിൽ രാജാവായി വാണ ശത്രുഘ്നൻ 12 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അയോധ്യയിൽ ശ്രീരാമനെ കാണാൻ വരുന്നത്. അത്രയും കാലം അദ്ദേഹം തൻ്റെ രാജ്യത്തെ പ്രജകളെ പരിപാലിക്കുന്ന തിരക്കിലായിരുന്നു. അയോധ്യയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് വന്ദിക്കുകയും തനിക്ക് ജ്യേഷ്ഠനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് വിതുമ്പുകയും ചെയ്യുന്നുണ്ട്. ശ്രുതകീർത്തിയെയും ശത്രുഘ്നെയും കുറിച്ച് വാൽമീകി രാമായണത്തിലെ ഉത്തരകാണ്ഡത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, അയോധ്യയിലെ പ്രതിസന്ധികൾ ഒഴിഞ്ഞതിനു ശേഷം അവർ മധുരയിലെ രാജാവും രാജ്ഞിയുമായി സന്തോഷത്തോടെ കഴിഞ്ഞു എന്നതാണ്. അവരുടെ മക്കളായ സുബാഹു മധുരയുടെയും ശത്രുഘാതി വിദിശയുടെയും രാജാക്കന്മാരായി പിന്നീട് ചുമതലയേറ്റു. രാമായണത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ശത്രുഘ്നൻ വെറുമൊരു അനിയൻ മാത്രമല്ല, മറിച്ച് ജ്യേഷ്ഠന്മാരുടെ ആജ്ഞകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന, സ്വന്തം സുഖങ്ങൾ ത്യാഗം ചെയ്ത ഒരു ഉത്തമ ഭരണാധികാരി കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കാം. രാമായണത്തിലെ ഏറ്റവും നിശബ്ദരായെങ്കിലും ധർമ്മനിഷ്ഠയുടെയും സേവാഭാവത്തിൻ്റെയും ഉദാത്ത മാതൃകകളാണ് ശത്രുഘ്നനും ശ്രുതകീർത്തിയും. ജ്യേഷ്ഠന്മാരുടെ നിഴലിൽ ജീവിച്ച അവർ പ്രശസ്തിയേക്കാൾ കടമയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ഭരതനോടുള്ള അചഞ്ചലമായ സഹോദര സ്നേഹം, രാമനോടുള്ള അനുസരണം, ലവണാസുരവധത്തിലെ വീര്യം, മധുരയുടെ ഭരണാധികാരിയായുള്ള സേവനം എന്നിവയിലൂടെ ശത്രുഘ്നൻ തൻ്റെ മഹത്വം തെളിയിക്കുന്നു. അതേസമയം കുശധ്വജന്റെ പുത്രിയും ശത്രുഘ്നന്റെ പത്നിയുമായ ശ്രുതകീർത്തിയെക്കുറിച്ച് വാൽമീകി വളരെ കുറച്ച് മാത്രമേ വിവരിക്കുന്നുള്ളൂ എങ്കിലും രാജകുടുംബത്തിലെ ധർമ്മനിഷ്ഠയായ അംഗമെന്ന നിലയിൽ അവർ ശ്രദ്ധേയയാണ്. വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ശത്രുഘ്നൻ വെറുമൊരു അനുജനല്ല, ധർമ്മത്തെ ജീവിത ലക്ഷ്യമാക്കിയ, ജ്യേഷ്ഠന്മാരുടെ ആജ്ഞ അക്ഷരം പ്രതി അനുസരിച്ച വീരയോദ്ധാവും ധീരഭരണാധികാരിയുമാണ്. പ്രശസ്തിയുടെ വെളിച്ചം അധികം പതിക്കാത്തവരായിരുന്നിട്ടും രാമായണത്തിൻ്റെ മഹത്തായ ധാർമ്മിക സന്ദേശം നിശബ്ദമായി ജീവിതത്തിലൂടെ പകർന്ന കഥാപാത്രങ്ങളായി ശത്രുഘ്നനും ശ്രുതകീർത്തിയും ഇന്നും ആദരിക്കപ്പെടുന്നു. ഹരേ രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാ